ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കഫ്താൻ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിമ്പിൾ ബേസിക് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇതിനായിട്ട് 3 മീറ്റർ ബാന്തേജ് പ്രിൻറ്റിലുള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഈ വീഡിയോസിൽ കാണുന്നത് പോലെ വിഡ്ത്ത് വൈസും ലെങ്ത്ത് വൈസുമായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇതാണ് ഫോൾഡിങ് സൈഡ് വരുന്നത്. ഇത് ഓപ്പണിംഗ് സൈഡും. ഈ ഫോൾഡിംഗ് സൈഡിൽ നിന്ന് ഒരു 7 ഇഞ്ചസ് ഷോൾഡർ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഒരു 13 ഇഞ്ചസ് സ്ലീവായിട്ട് മാർക്ക് ചെയ്യുക. കഫ്താൻ ടോപ്പിന് ഒന്നിച്ചാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓപ്പൺ സൈഡിൽ നിന്ന് ഒരു 9.5 ഇഞ്ചസ് സ്ലീവ് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് ഈ വീഡിയോസിൽ കാണുന്നത് പോലെ ഈ ഷേപ്പിൽ സ്ട്രെയിറ്റ് കർവ് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് ഫുൾ ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഫുൾ ലെങ്ത്ത് വരുന്നത് 52 ഇഞ്ചസ് ആണ്. ഇനി ഷോൾഡറിൽ നിന്ന് ഒരു 13 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ക്ലോത്ത് 2 പീസായിട്ട് കിട്ടും, ഫ്രണ്ട് പീസ് ആൻഡ് ബാക്ക് പീസ്. ഇനി ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 3 ഇഞ്ചസ് വിഡ്ത്തും 6 ഇഞ്ചസ് ലെങ്ത്തിലും ഒരു ബോക്സ് ഷേപ്പിൽ വരച്ച് ഈ ഒരു ഷേപ്പിൽ നെക്ക് അടയാളപ്പെടുത്തുക. ഒരു 1 ഇഞ്ചസ് എക്സ്ട്രാ സ്വീം അലവൻസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് 3 ഇഞ്ചസ് വിഡ്ത്തും 3 ഇഞ്ചസ് ലെങ്ത്തിലും ഒരു റൗണ്ട് ഷേപ്പിൽ 1 ഇഞ്ചസ് എക്സ്ട്രാ സ്വീം അലവൻസ് ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതൊരു എക്സ്ട്രാ പീസിൽ വെച്ച് അയൺ ചെയ്ത് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ട് കട്ട് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യും. ഇതൊരു മീഡിയം ടു എക്സൽ ഉള്ളവരുടെ അളവാണ്. ഇനി ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ട് ടോപ്പിൻ്റെ സെൻറ്ററിൽ ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ട് ഒരു 18 ഇഞ്ചസ് ലെങ്ത്തും 3.5 ഇഞ്ചസ് വിഡ്ത്തിലുള്ള ക്ലോത്ത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് സ്ലീവിൻ്റെ മോശം വശം എക്സ്ട്രാ പീസിൻ്റെ നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോസിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ തന്നെ നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി കഫ്താൻ്റെ 2 വശവും ജോയിൻ ചെയ്തെടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കഫ്താൻ ടോപ്പാണിത്. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ താഴെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അതൊരു 14 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. ഞാനൊരു 13 ഇഞ്ചസ് ആണ് ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. യൂഷ്വലി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴെയും മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കഫ്താൻ ടോപ്പാണ് ഇത്. പ്ലെയിനിലും പ്രിൻറ്റഡിലും സ്റ്റിച്ച് ചെയ്താൽ ഭംഗിയുണ്ടാവും. വെരി കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്.